Hi friends, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ചൂടുള്ള സമയത്ത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു സർബത്തിന്റെ റെസിപ്പിയാണ്. ഇതിന് പാലോ പാൽപ്പൊടിയോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സർബത്താണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് ഒന്ന് അരിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം തേങ്ങ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് എത്ര ആവശ്യത്തിന് അതിനനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങൻ്റെ പാൽ തന്നെ എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുപാട് കുറുകിയിട്ടല്ല, കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങ അടിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേന് അതിന് പകരമായിട്ട് ചേർത്തിട്ടും ഇതുപോലെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചൂട് സമയത്ത് നല്ലൊരു ഇതാണ് കേട്ടോ ശരീരം തണുപ്പിക്കാനായിട്ട്. അപ്പോൾ തേങ്ങയൊക്കെ എപ്പോഴും വീട്ടിലുള്ള സാധനമാണ്, പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ട് നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊന്നുമല്ല. ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കപ്പൊടി ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് തേങ്ങ അടിച്ചെടുക്കുന്ന സമയത്ത് 2 ഏലക്ക ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സ്ട്രോബെറിയും ആപ്പിളും പഴമാണ് ചേർത്തിട്ടുള്ളത്. ചെറുപഴമാണ് നല്ലത് കേട്ടോ. ചെറുപഴമാണ് ഇതിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അധികം പുളിപ്പില്ലാത്ത ഏത് ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓറഞ്ചൊന്നും ചേർക്കരുത് കേട്ടോ. ബാക്കി നമുക്ക് വത്തക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ലതുമാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. വത്തക്കാരനെ വാട്ടർമെലൺ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല. ഇനി തണുപ്പ് വേണ്ടവർക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ മിക്സ് ചെയ്യാം. ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇതിന് പാലോ പാൽപ്പൊടിയോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. നല്ല ടേസ്റ്റാണ്. നല്ല ഏലക്കയുടെ ടേസ്റ്റും ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കസ്കസോ ചിയ സീഡ്സോ സബ്ജ സീഡ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കുതിർത്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചേർത്തിട്ട് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ ഒരു വേനൽ സമയത്തൊക്കെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.